തുടർന്നുള്ള നമ്മുടെ ധ്യാനത്തിനായിട്ട് റോമാലേഖനം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുകയും ആ വേദഭാഗത്ത് നമുക്ക് തുടർന്ന് പഠിക്കുകയും ചെയ്യാം. ലെറ്റ് us focus our attention on to Romans chapter 5 verses 1 to 11. Somebody can read and then we will meditate upon the passage. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്കവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. Praise the Lord. Apostle Paul begins the first verse, therefore, since we have been justified by faith. So Paul is going on to, he goes on to talk about the effects or the fruits of justification. And he talks at least 6 of the fruits of the justification that we have received from God. 5-ാമത്തെ അധ്യായം അപ്പോസ്തലനാകുന്ന പൗലോസ് ഇവിടെ ആരംഭിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തെല്ലാം ലഭിച്ചു എന്ന കാര്യമാണ് പൗലോസ് ഇവിടെ പറയാനായിട്ട് ഈ തുടർന്നുള്ള 11-ാമത്തെ വാക്യം വരെ അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നത്. ഒന്നാമതായിട്ട്, number 1, the first fruit of justification we have seen last week, that we have peace with God. We were enemies of God, and it is by the blood of the Lord Jesus Christ on the cross we have been reconciled to God, and now we have peace with God. The hostility, the enmity is gone, and now we are in a vibrant relationship with God. That is the first fruit of justification. ഒന്നാമത്തെ ഫലമായിട്ട് ദൈവത്തോട് ശത്രുക്കളായിരുന്ന നമ്മെ യേശു കർത്താവിൻ്റെ ക്രൂശിലെ രക്തത്താൽ ദൈവവുമായിട്ട് നിരപ്പിച്ചു. അങ്ങനെ നിരപ്പിച്ചതുകൊണ്ട് ശത്രുത മാറിയിട്ട് ഇപ്പോൾ നമുക്ക് സമാധാനം കിട്ടി. ആ സമാധാനമെന്ന് പറയുന്നത് അത് കേവലം ഒരു ഇന്നർ പീസിനെ കുറിച്ചല്ല പൗലോസ് പറയുന്നത്, ആന്തരികമാകുന്ന ഒരു സമാധാനത്തെക്കുറിച്ചല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവവുമായിട്ടുള്ള ആ ഒരു മുറിയാത്ത ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള ആ സമാധാന കൂട്ടായ്മ ബന്ധത്തെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സോ ദ ഫസ്റ്റ് ഫ്രൂട്ട് ഈസ് ദാറ്റ് വി ഹാവ് പീസ് വിത്ത് ഗാഡ്. ആൻഡ് ദ സെക്കൻഡ് ഫ്രൂട്ട് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഇൻ ചാപ്റ്റർ 5 of Romans, Paul says we have access by faith into this grace in which we stand. We are standing in grace, and we have always access to God's abundant
grace. നാം കൃപയിൽ നിലനിൽക്കുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ട്. മാത്രമല്ല, എപ്പോഴും നമുക്ക് ഈ കൃപയിലേക്ക് പ്രവേശനം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം പ്രവേശനം ലഭിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് നിർത്തിയത്, തത്സമയത്ത് ഏത് സമയത്തും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായിട്ട് അവിടുത്തെ സന്നിധാനത്തിൽ എപ്പോഴും ആയിരിക്കാനുള്ള ആ വലിയ പ്രിവിലേജ്. സോ വി ഹാവ് ഗ്രേസ് ആൻഡ് വി ഹാവ് മെഴ്സി അറ്റ് ദ ടൈം ഓഫ് അവർ നീഡ്, ആൻഡ് വി ക്യാൻ boldly come into the very holy of holies and be there and have this abundant grace in our time of need. So that is the second fruit of justification. And we have seen in detail last week these two fruits of justification by faith. And thirdly, when you look at verse 2, again, we rejoice in the hope of the glory of God. So the third fruit of justification, Paul says, we exult, we rejoice, or we boast. That is the exact word. We boast in the hope of the glory of God. ഇത് മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. The word boast, and we are reminded in the last part of chapter 3, nobody can boast in God's presence, which means nobody can boast in their own achievement. That is the meaning there. Nobody can say that because I have done this, because I have been a good person, and therefore I am what I am today. And that boasting is totally excluded as far as a justified believer is concerned. നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, ആകയാൽ പ്രശംസ എവിടെ? കാരണം പ്രശംസിപ്പാനായിട്ടൊന്നുമില്ല. നമ്മുടേതാകുന്ന പ്രയത്നത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന് പ്രശംസിപ്പാനായിട്ടുണ്ട്. അപ്പോൾ ആ പ്രശംസ സമ്പൂർണമായിട്ടും ഒഴിവാക്കപ്പെടുന്നു. Now, in verses 1 and 2, initially Paul looks at the present blessing of justification in the light of the past. We have been justified, and because we have been justified, we have peace with God. Enmity is no more, and we are at peaceful and such a sweet fellowship and relationship with God, and we have access to the grace. He looks back. But here, Christian life is presented in the light of the future. ആദ്യത്തെ ഭാഗത്ത് നീതീകരണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ശത്രുത മാറി ദൈവത്തോട് സമാധാനമുണ്ട്. ഈ കൃപയിലേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്നു. അത് ഓൾറെഡി സംഭവിച്ച കാര്യമായിട്ട് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ പൗലോസ് നീതീകരണത്തിൻ്റെ ഫലമായിട്ട് പറയുന്നത് ഭാവിയെ നോക്കിയിട്ട് പറയുകയാണ്.
നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. So the word boast suggests it is not simply, being proud of something, rather being confident of a sure thing. That is the meaning here. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെ അഹന്തയോടെ അല്ലെങ്കിൽ ഞാൻ വന്നിരിക്കുന്നു എന്ന ചിന്തയിലല്ല ആ വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിശ്ചയമായിട്ടും ബോസ്റ്റ്, പ്രശംസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ കോൺഫിഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. ദ ഷുവർ കോൺഫിഡൻസ് ആൻഡ് ദ ജോയ് of what the future holds. So, if you are a justified believer, you will firmly believe what is going to come, what is going to happen. What is going to happen here? We read, we rejoice in the hope of the glory of God. The glory of God is so sure because the Bible says in Psalm number 19 and verse 1, the heavens declare the glory of the Lord. God's glory is there in the universe according to Psalm number 19 and verse 1. And man was created in the likeness and in the image of God. And there was a glory in the first creation of man. In Adam and Eve, there was a glory. And in fact, their very garments were so glorious. And only when they sinned, they realized they were naked because the glory has departed because of fall. ഇവിടെ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നീതീകരിക്കപ്പെട്ടതാകുന്ന ഒരു ദൈവ പൈതലെന്ന് പറയുമ്പോൾ അത് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയെന്നുള്ളത് അത് ഉറപ്പുള്ളതാകുന്ന, വളരെ ഉറച്ച് നിർണയിക്കാവുന്നതാകുന്ന, അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യത്തിലുള്ള കോൺഫിഡൻസാണ് ഇവിടെ പൗലോസ് പറയുന്നത്. സോ ഒരു വ്യക്തി നീതീകരിക്കപ്പെട്ടെങ്കിൽ, നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് വരാൻ പോകുന്നതിനെക്കുറിച്ചുള്ളൊരു കോൺഫിഡൻസ് അവനെപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, if you have a confidence of what is going to come, you really know what's going to happen. If you really believe what's going to happen, that will really change the way we live now. Okay? അതതിൻ്റെ ഒരു ഫലമാണ്. ഇവിടെ പോൾ പറയുന്ന ഒരു കാര്യം, നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി അവൻ ഭാവിയെക്കുറിച്ച് അവൻ ആശങ്കയില്ല, ഉറപ്പാവുള്ളത്. എന്താ അവൻ്റെ ഉറപ്പ്? അവൻ ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഹിസ് ഹോപ്പ് ഈസ് സെക്യൂർ. ഹിസ് ഹോപ്പ് ഈസ് സോ ഷുവർ. It is not like our everyday hopes. I hope tomorrow it will be sunny. It may be sunny, it may not be sunny. I hope next week we will go there. We may go, we may not go. But as far as Christian hope is concerned,
It is not like our everyday hope. It is a sure confidence in the promises of God. ക്രിസ്തീയ പ്രത്യാശയുടെ സവിശേഷത എന്ന് പറയുന്നത് സംഭവിച്ചേക്കാം എന്നുള്ളതാകുന്ന ഒരാശയല്ല, നേരെ മറിച്ച് നിശ്ചയമായിട്ടും സംഭവിക്കുമെന്നുള്ള ഉറപ്പാണ് ക്രിസ്തീയ പ്രത്യാശ. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാ. അപ്പോൾ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം? ഹൗ ഡു യു റെക്കഗ്നൈസ് എ ജസ്റ്റിഫൈഡ് ബിലീവർ? He is hopeful of what's going to come. പലരും ചിന്ത എന്നാ, വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം? That shows you are not a justified believer. You are not a justified person. If I don't live in the light of what is going to come now, at present, that says an awful lot about me. വരാൻ പോകുന്നതിൻ്റെ വെളിച്ചത്തിലല്ല ഞാൻ ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ പറയാതെ പറയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വീണ്ടും ജനിച്ച നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് കാഷ്വലി ജീവിക്കാൻ സാധ്യമല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ കാഷ്വലി ജീവിക്കുന്നവർ ദൈവമക്കളല്ല, അവർ നീതീകരിക്കപ്പെട്ടവരല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന, അത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം our future should, if we are confident of our future, we should live in the light of the future. That will really affect the way I think, the way I see the world, the way I handle things, the way I grab money, the way I am a good steward of the things that God has entrusted me with. There will be such a change in my life. If you are so sure about the future. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മുടെ ഭാവിയെക്കുറിച്ച് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിന്തിക്കും ആ ടെക്സ്റ്റിൽ ഉള്ളതിനേക്കാൾ അധികം പറയുകയാണെന്ന്. പക്ഷേ ദാറ്റ് ഈസ് ദ ഇംപ്ലിക്കേഷൻ. ആ ഒരു ഇംപ്ലിക്കേഷൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നില്ലെങ്കിലും, although we see, somebody may think I am telling more what is there in the text. Yeah, I concede that, but just read another verse. There are many verses there. Read a great verse which Apostle John has written. It is not only Apostle Paul wrote something, but also let us read 1 John chapter 3. 1 John chapter 3, verse 2 and 3. This is exactly what John says there. 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നോക്കിക്കേ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, beloved, we are now justified. Because we are justified, we are children of God. Okay, read. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. We don't know what is going to happen. What future holds, we do not know. We do not know a blueprint of what's going to happen. But there is a promise. And now, അതൊന്ന് വായിച്ചോ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട്. അത് ഭയങ്കര ഉറപ്പാ. See, look at that. But we know that when he appears, we shall be
like him, because we shall see him as he is. Apostle Paul doesn't say, chances are we may see him. No. There is such a confidence in his words. Look at that. ഭയങ്കര കോൺഫിഡൻസ് അല്ലേ? നമ്മൾ ചിലപ്പോൾ കാണുമായിരിക്കും കേട്ടോ, അങ്ങനെയാണ് പറയുന്നത്. അല്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ, he doesn't say if he appears, he says when he appears. അവൻ പ്രത്യക്ഷനായാൽ എന്നാണല്ലോ, പിന്നെന്താ പറയുന്നേ? അവൻ പ്രത്യക്ഷൻ ആകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. This is the confidence. Okay, this is the confidence. This is the sure hope of a justified believer. That is exactly what Paul says. So, what is the impact of that? Verse 3. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. So, everyone who thus hopes, നോക്കിയേ, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. പ്രത്യാശ, ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുക, അവനിൽ ഈ പ്രത്യാശ ഉള്ളവൻ ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാം അവനെ? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. You will have an insatiable desire for sanctification. അല്ലേ? എങ്ങനെ അറിയാം നീതീകരിക്കപ്പെട്ടോന്ന്? നീതീകരിക്കപ്പെട്ടെങ്കിൽ അറിയാം അവനിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. നമ്മുടെ എയിം എന്തോ ആയിരിക്കും? കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിക്കണമെന്നുള്ളതായിരിക്കും എയിം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഹി പ്യൂരിഫൈസ് ഹിംസെൽഫ് ആസ് ഹി ഈസ് പ്യുവർ. സോ the future impacts the present. The future impacts the present. ഭാവി ഈ വർത്തമാനത്തെ സ്വാധീനിക്കുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. സോ ഇവിടെ നമ്മൾ വായിച്ചതാകുന്ന ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, we are joyfully confident about the hope of God's glory. And we have lost the glory of God because of fall, because of sin. And that is what all have sinned and come short of the glory of God. All have sinned. Romans 3:23. But when Paul writes in chapter 8, verse 18, chapter 8 verse 18, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. ഓക്കേ, നമ്മൾ 3:23 നമ്മൾ വായിക്കുന്നു, എല്ലാവരും ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്നാൽ 8:18 വരുമ്പോൾ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. So now think with me. God's glory is there in the universe because heavens declare the glory of God. It is there in creation. And man was created in the image and in the glory of God first. And because of sin, the glory departed. But in recreation, in redemption, in being justified, that glory is slowly being infused into one's fallen human beings. ഒരിക്കൽ വീണുപോയതാകുന്ന മനുഷ്യരിൽ ആ തേജസ് തിരിച്ചു തരിക. എങ്ങനെയാണ് തിരിച്ചു തരുന്നത്? ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്? The image and likeness of God
primarily, as far as we are concerned now, if you will turn with me to Ephesians chapter 4. Verse 24, 4:24. ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ദൈവാനുരൂപമായി നോക്കിയേ. അപ്പം in the after the likeness of God, image and likeness, അല്ലേ? സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഗോഡ്സ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. വെൻ യു തിങ്ക് അബൌട്ട് ദാറ്റ്, ഇറ്റ് ഈസ് ദ മോറൽ ലൈക്ക്നെസ്. ഓഫ് കോഴ്സ് ദർ വാസ് ദ ഫിസിക്കൽ ഗ്ലോറി. തീർച്ചയായിട്ടും ആ തേജസ് ഉണ്ടായിരുന്നു. ആ തേജസ് മാത്രമല്ല മനുഷ്യനിലുണ്ടായിരുന്നത്, ദൈവത്തിൻ്റെ മോറൽ ലൈക്ക്നെസ്സും അവന് കൊടുത്തു സൃഷ്ടിയിൽ. പക്ഷെങ്കിൽ പാപം വന്നപ്പോൾ എന്നോ സംഭവിച്ചെന്നറിയാമോ? അത് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ആ മോറൽ ലൈക്ക്നെസ് പാപനിമിത്തം കറപ്റ്റായപ്പം, the moral likeness of holiness and truth and all those qualities which God had given to the first creation, the first man and woman, because of sin, that moral likeness was corrupted, and as a result of that, the glory also was departed. That departed from him. മനുഷ്യൻ അതാണ്, ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായിട്ട് അങ്ങ് തീർന്നു. പക്ഷെങ്കിൽ ക്രിസ്തുവിൽ നമ്മളെ റീക്രിയേറ്റ് ചെയ്തപ്പോൾ അത് ആരംഭിക്കുക. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഇത് കൊലോസ്യ ലേഖനത്തിലുണ്ട്, ഇത് തന്നെയുണ്ട്. കൊലോസ്യ ലേഖനത്തിലെ ആ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ, ഓൾസോ ദർ ഈസ് ഇൻ ദ എപ്പിസോഡ് ഓഫ് കൊലോഷ്യൻസ് വി സീ ദ സെയിം തിങ്. Colossians chapter 3 and verse 10, 9 and 10. Chapter 3, 9 and 10. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. Look at that. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. ഇവിടെ നമ്മൾ വായിക്കുന്നത് which is being renewed in the knowledge after the image of its creator. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ, ആ ഇമേജ്, ഗോഡ്സ് ഇമേജ്, ആ ഇമേജ് നമുക്ക് തരികയാണ്. ആരിൽ കൂടെ? യേശു കർത്താവിൽ കൂടെ. അതാ ഇപ്പോൾ സംഭവിക്കുക. ഓക്കെ, മനുഷ്യനിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ there will come a day, ഈ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടും. Now spiritually we are being renewed in the image and likeness of our Creator morally. That is sanctification. But there will come a day our lowly fallen bodies will put on the glory of God. Okay? So ആ കാര്യത്തെക്കുറിച്ചാണ് 8:18 അപ്പോസ്തലൻ പറയുന്ന റോമാലേഖനം. That is what apostle is speaking in chapter 8 and verse 18 of Romans. നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ.
ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. Okay, so Jesus will come in his glory, and we will not only see his glory, we will also be changed by his glory. And Christ will be glorified in his saints. That is exactly what we read in 2 Thessalonians chapter 1. 2 Thessalonians chapter 1. He will appear in his glory. We will see his glory, and we will be changed by that glory. And Christ will be glorified in his saints. നോക്കിയേ, അവിടെ നമ്മൾ വായിക്കുന്നത് അവൻ തൻ്റെ മഹത്വത്തിൽ തേജസ്സിൽ 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 2 Thessalonians chapter 1, അവൻ്റെ തേജസ്സിൽ പ്രത്യക്ഷമാകുമ്പോൾ അവൻ്റെ വിശുദ്ധന്മാരിൽ എന്താകും? അവൻ്റെ വിശുദ്ധന്മാരിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് മഹത്വപ്പെടും. വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് വായിച്ചു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും. നോക്കുക, അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ആ മഹത്വം കാണും. ആ മഹത്വം കാണുമെന്ന് മാത്രമല്ല, ആ മഹത്വത്താൽ നമ്മൾ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ അതിശയ വിഷയമാകും. ഇതാണ് നമ്മെ കാത്തിരിക്കുന്നത്. ആൻഡ് ഈവൻ ദ ഗ്രോണിംഗ് ക്രിയേഷൻ will be liberated from its bondage to decay and brought into the glorious freedom of the children of God. Chapter 8 verse 21. 8:21. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ when Paul writes, we exult, we boast in the hope of the glory of God, all these things are included in it. Okay? And therefore, that is the object of our sure hope. We are joyfully confident of the glory of God. And our vision of the future glory is a powerful stimulus to present duty. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്ന ഈ കാര്യം, നമ്മൾ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സൃഷ്ടി ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും. റോമാലേഖനം 8:21. സൃഷ്ടി പോലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. So, the fruits of justification relate to the past, present and future. Okay? നീതീകരണത്തിൻ്റെ ഫലമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പാസ്റ്റിനോടും കഴിഞ്ഞതിനോടും വരുവാനുള്ളതിനോടും ഇപ്പോഴുള്ളതിനോടും ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. So, we have peace with God as a result of past forgiveness. We are standing in grace, our present privilege, and we rejoice in the hope of glory, our future inheritance. Okay? നമ്മളോട് ദൈവം പാപങ്ങളെല്ലാം ക്ഷമിച്ചതുകൊണ്ട് അത് പാസ്റ്റാണ്. നമുക്ക് ദൈവമായിട്ട് സമാധാനമുണ്ട്. നമ്മളിപ്പോൾ ഈ കൃപയിൽ നിൽക്കുന്നു, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ അതുമാത്രമല്ല, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു, അത് വരുവാൻ പോകുന്നതാണ്. സോ ഹിയർ പീസ്, ഗ്രേസ്, ജോയ്, hope and glory. Such a beautiful picture. Such an ideal scenario
Paul is painting here. Except for the next thing. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. എന്തൊക്കെയാ? ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്, പിന്നെ നമ്മൾ കൃപയിൽ നിൽക്കുന്നു, നമ്മൾ ഇനിയും ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഇവിടെ സമാധാനം, സന്തോഷം, കൃപ, പ്രത്യാശ, വളരെ മനോഹരമാകുന്നൊരു കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ആസ് ഫ്രൂട്ട്സ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തിൻ്റെ ഫലമായിട്ട്. എന്നാൽ വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് തിങ്? പോൾ സേയ്സ് വി ഓൾസോ റിജോയ്സ് ഇൻ അവർ സഫറിങ്സ്. ഓക്കെ, അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കെന്നാൽ അതെന്താണെന്ന് വളരെ പെട്ടെന്ന് തുടർന്നൊന്ന് ചിന്തിക്കാം. നാലാമതായിട്ട് അതിൻ്റെ 3 മുതൽ 8 വരെയുള്ളതാകുന്ന വാക്യങ്ങൾ, ചാപ്റ്റർ 5 വേഴ്സസ് 3 to 8. Paul says, we rejoice in our sufferings. So the word sufferings, in fact, as far as a child of God is concerned, of course, the wicked world is against him. The sinful nature is against him. And the devil, the evil one, is against him. There is a constant war going on. He is there always, somehow to trouble us in whichever way he can. And the aim of his trouble is to somehow take us away from the fellowship of Christ. That is the aim of the enemy always. So he brings various things. Just as in the case of that great saint of the Old Testament, the great man of God, Job, the sole purpose of devil bringing all that miseries on him was this: just remove that hedge from around him, and I can vouchsafe that to you, God, that he will deny you, he will curse you. In other words, Satan said to God, it is not for nothing that Job is praising you, serving you, and being a pious man. It is not for nothing, because you supply all these blessings upon him. He does that to you, and it is an arrangement between you and Job, nothing. In other words, the insinuations of the devil was, God, you are not worthy to be worshipped. If you don't give the blessings to this man, he worships you. He is a pious man only because you supply him all these blessings. Now take that away and he will curse you on your face. And the devil brought, and God allowed that, all the sufferings on Job. ഇല്ലേ? മലയാളത്തിൽ ഞാൻ പറയാം. നമ്മൾ ഈ ഒരു വിഷയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് പൗലോസോട് പറയുകയാണ്, നമ്മൾ കഷ്ടതയിലും പ്രശംസിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവജനത്തിന് കഷ്ടത? ദൈവജനത്തിൻ്റെ കഷ്ടതയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ദൈവത്തിൻ്റെ ശത്രു ദൈവജനത്തിനെതിരാണ്. അത് 1. 2, വീണ്ടെടുക്കപ്പെടാത്ത ഈ ശരീരത്തിൽ നമ്മുടെ പാപപ്രവണത നമുക്കെതിരാണ്. ലോകമെന്ന് പറയുമ്പോൾ പൈശാചിക സിസ്റ്റമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തിലെ മനുഷ്യരല്ല. മനുഷ്യരിൽ കൂടെ പിശാച് പ്രവർത്തിക്കും. പക്ഷെങ്കിൽ ലോകം
നമുക്ക് എതിരാ. അപ്പം ലോകം, ജഡം, പിശാച്, ഇത് മൂന്ന് നമുക്കെതിരാ. അതെതിരായിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവജനത്തിന് ഈ ഭൂമിയിൽ നിരവധി കഷ്ടനഷ്ടങ്ങൾ നേരിടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവമക്കൾക്കെതിരെ പിശാച് കെണി ഒരുക്കുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയാമോ? ദൈവമക്കളെ ദൈവസ്നേഹത്തിൽ നിന്നും അവരെ പിന്മാറ്റുക എന്നുള്ളതാ ലക്ഷ്യം. അതാ അവൻ്റെ ലക്ഷ്യം. ഏതെങ്കിലും വിധത്തിൽ ദൈവമക്കളെ ദൈവത്തിൻ്റെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് മാറ്റുക, അതാ പിശാചിൻ്റെ ലക്ഷ്യം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധനാകുന്ന യോബിൻ്റെ ഉദാഹരണമാണ്. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. പിശാച് ദൈവസന്നിധാനത്തിൽ ചെല്ലുമ്പോൾ പിശാച് പറയുന്നൊരു വാക്കുണ്ട്, വെറുതെ അല്ല അവൻ നിന്നെ സേവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇയ്യോബ് നിന്നെ ഭക്തിയോടെ സേവിക്കുന്നതിൻ്റെ കാരണം നീ അവന് വേണ്ടതെല്ലാം കൊടുക്കുന്നു, പകരമായി അവൻ നിന്നെ സേവിക്കുന്നു. ഇതിനകത്ത് എന്താ വലിയ കാര്യം? മനസ്സിലാക്കണം. ഇതാണ് അവിടുത്തെ വിഷയം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വർദ്ധിനസ്സിനെയാണ് പിശാച് അവിടെ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ വർദ്ധിനസ്. എന്താ ദൈവത്തിൻ്റെ വർദ്ധിനസ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്? അതായത്, ദൈവമേ, അങ്ങ് ഈ യോബ് ചെയ്യുന്നത് പോലെ യോബിൻ്റെ സ്തുതിക്കോ ബഹുമാനത്തിനോ ഭക്തിക്കോ അവൻ നീതിമാനായിട്ട് ജീവിക്കുന്നതിനോ അങ്ങ് യോഗ്യനൊന്നുമല്ല. കാര്യം എന്താ? അങ്ങ് ഇതെല്ലാം അങ്ങോട്ട് കൊടുക്കുന്നു, അവൻ തിരിച്ച് ചെയ്യുന്നു. നിങ്ങൾ തമ്മിലുള്ളതാകുന്ന ഒരു അറേഞ്ച്മെൻ്റ് ഇതാ. ദൈവത്തിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? എല്ലാം അങ്ങ് എടുക്കുക. ദൈവം അനുവദിക്കുന്നു. അനുവദിച്ചപ്പോൾ യോബ് പറഞ്ഞ എന്നറിയാമോ? യോബ് പറഞ്ഞത്, നാം ദൈവത്തിങ്കൽ നിന്ന് നന്മ അനുഭവിച്ചു, തിന്മയും അനുഭവിച്ചുകൂടെ. യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അവിടെ യോബ് പരാജയപ്പെട്ടില്ല. പിന്നെന്ത് ചെയ്തെന്നറിയാമോ? കഷ്ടതയിൽ പ്രശംസിക്കാൻ തുടങ്ങി. മനസ്സിലാക്കണേ? അപ്പോൾ that is exactly what happens. If that happened in the life of Job, who never knew this thing, who had only a shadow, he hadn't seen anything of the glory of God. He only saw a shadow. That's what he confesses in the last chapter. I have only heard about you. But here we have all the privileges. We have all the Bible classes. We have all the sermons. But unfortunately today, that's not the kind of sermons that we hear. But if there is a true exposition of the word, that word will strengthen you. Look at this verse. We rejoice in our sufferings. So whatever happens to a child of God in this fallen life, in this fallen world, വീണുപോയതാകുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് അവൻ്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അതിൻ്റെ കാരണം എന്നാണെന്നറിയാം? It is not finding joy in pain. That is a psychological problem, finding joy. And I have seen a small child. I was taken aback. That small child was crying and she was banging her head against the wall. And somebody told me, that's a kind of psychological
some problem is with that child, because she is finding a kind of joy in pain. But here, അവിടെ, അതായത് ഇവിടെ നാം നമ്മുടെ കഷ്ടതയെ പ്രശംസിക്കുന്നതെന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കരുത്, കഷ്ടത ഈവിളാകട്ടോ, അത് ഈവിള് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. ഒരു വലിയ തീരാരോഗം പിടിച്ച് അത് നല്ലതാണെന്നൊന്നും ഞാൻ പറയത്തില്ല, വേദോസവും അങ്ങനെ പറയുന്നില്ല. അത് അതിൽ തന്നെ നല്ലതല്ല, അതിൽ തന്നെ. എന്നാൽ എന്തുകൊണ്ടാണ് കഷ്ടതയിൽ പ്രശംസിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ രോഗം നിമിത്തമല്ല പ്രശംസിക്കുന്നത്, അല്ലെ ആ പ്രശ്നം നിമിത്തമല്ല, അത് അതിൽ തന്നെ സന്തോഷം തരുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് വേദന വരുമ്പോൾ വേദന സന്തോഷം തരുമോ? ഞാനതാ മുമ്പേ പറഞ്ഞ, വേദന സന്തോഷം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്, അത് മാനസിക രോഗമാണ്. എന്നാൽ നോർമലി അതല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു റിജോയ്സ് ഇൻ സഫറിങ്. നമ്പർ 1, suffering is the path to glory. That is number 1. It was so for Christ, and it is so for Christians. And in fact, we are co-heirs with Christ in his sufferings. Romans chapter 8 verse 17. റോമാലേഖനം 8:17. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ദൈവജനം കഷ്ടതയിൽ പ്രശംസിക്കുന്നു? നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. ഒന്നാമത്തെ കാര്യം, സഫറിംഗ് ഈസ് ദ വൺ ആൻഡ് ഓൺലി പാത്ത് ടു ഗ്ലോറി. നമ്മൾ ആ ഗ്ലോറിയസ് ഫ്യൂച്ചറിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും സഫറിങ് ആ വഴിയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് 8:17 പൗലോസ് പറയുന്നത്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ അത്. അപ്പോൾ ആ ക്രിസ്ത്യൻ സഫറിങ് എല്ലാം വരുന്നത് ദാറ്റ് ലീഡ്സ് ടു ഗ്ലോറി ഫൈനലി. അപ്പോൾ അതുകൊണ്ട് അതോർക്കുമ്പോൾ ഒരു ദൈവഭക്തന് സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ അടുപ്പിച്ച് വിട്ടയച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? തിരുനാമം നിമിത്തം അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചും കൊണ്ട് ന്യായാധിപ സംഘത്തെ വിട്ടുപോയി. So this is exemplified in the lives of the apostles. When they were brought before the Sanhedrin, they were questioned by those people, and they beat them up, and then they let them go. And the Bible says in Acts of the Apostles, they departed from that council rejoicing, because they thought to themselves that we were worthy to be counted to bear shame for his sake. See, that was the attitude of the apostles. അല്ലേ? അപ്പോസ്തലന്മാരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? തിരുനാമം നിമിത്തം. അപ്പോൾ കഷ്ടതയെന്നുള്ളത് ക്രിസ്ത്യൻ സഫറിങ് എസ്പെഷ്യലി ദൈവമക്കൾക്ക് ഇറ്റ് ഈസ് എ പാത്ത് ടു ഗ്ലോറി. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓക്കെ, സോ ഫൈനലി ഇറ്റ് വിൽ ലീഡ് യു ടു ഗ്ലോറി. ദാറ്റ് ഈസ് വൺ പർപ്പസ് ഓഫ് സഫറിങ്, ഓർ that is the path. Secondly, meanwhile, suffering makes you a mature Christian. Okay, രണ്ടാമത്തെ കാര്യം, അപ്പോൾ അത് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് കഷ്ടത അതിൽ തന്നെ നല്ലതായതുകൊണ്ടല്ല,
അതിൽ സന്തോഷിക്കാൻ പറ്റുകയില്ല, വേദനയിൽ സന്തോഷിക്കാൻ പറ്റുകയില്ല, അതിൽ തന്നെ. എന്നാൽ അത് എന്നെ മഹത്വത്തിലേക്ക് നയിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ കഷ്ടതയുടെ നടുവിൽ, കണ്ണുനീരിൻ്റെ നടുവിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു സന്തോഷമുണ്ട്. അതാണ് കഷ്ടതയിൽ പ്രശംസിക്കുന്നു. 2, കഷ്ടത ഭാവിയിൽ നമുക്ക് തരാൻ പോകുന്ന ആ മഹത്വം ഓർത്തിട്ട് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സഫറിങ്സ് നമ്മളെ ഒരു മെച്യൂർ ക്രിസ്ത്യനായിട്ട്, പക്വതയുള്ള, വളർച്ചയുള്ള, സഹനശീലമുള്ള, സഹിപ്പാൻ പ്രാപ്തമായ ഒരു വ്യക്തിയായിട്ട് നമ്മളെ എന്ത് ചെയ്യുമെന്നറിയാമോ? രൂപപ്പെടുത്തും. സോ Paul says, we know, not only that, but we rejoice in our sufferings, knowing that suffering produces endurance. So that is the reason why a child of God can rejoice in suffering. Not because suffering is good in and of itself. No, not at all. ഒരിക്കലും കഷ്ടത അതിൽ തന്നെ നല്ലതൊന്നുമല്ല. പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്? അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്തുണ്ടാക്കും? എൻഡ്യൂറൻസ് ഉണ്ടാകും, സഹിഷ്ണുതയുണ്ടാകും. അങ്ങനെ സഹിക്കുന്ന ഈ ഒരു നിലയിൽ സഹിക്കുന്ന ഒരു ദൈവ പൈതൽ അവനെന്തോ ഉണ്ടാകുമെന്നറിയാമോ? സിദ്ധതയുണ്ടാകും. സിദ്ധതയെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, somebody has rightly defined it. There is behavior, there is character. Behavior is when somebody sees you or when you are in a company. But the character is when nobody is there to supervise you. That is character. Okay? പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? പെരുമാറ്റത്തിൽ നമ്മളെല്ലാം നല്ലതാണ്, നമുക്കെല്ലാം നല്ലതായിരിക്കാൻ കഴിയും. എന്നാൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? നമ്മളെ ആരും കാണാനില്ലായിരിക്കുമ്പോൾ, സഭക്കാരില്ല, സെക്രട്ടറി ഇല്ല, ആരുമില്ല, നമ്മൾ വീട്ടിലെന്തോ ആയിരിക്കുന്നു, അതാണ് നമ്മുടെ ക്യാരക്ടർ. ഇവിടെ പോൾ പറയുകയാണ്, ഒരു ദൈവവൈതലിന് കഷ്ടതയിൽ, അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ, അവൻ്റെ ഭാരങ്ങളിൽ, അതിൽ തന്നെ അത് സന്തോഷം നൽകുന്ന കാര്യമല്ലെങ്കിൽ കൂടെ അവന് അതിൽ പ്രശംസിക്കാൻ കഴിയും. എന്താണെന്നറിയാമോ? കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ആ ജസ്റ്റിഫൈഡായിട്ടുള്ള ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം അതുകൊണ്ടാണ് സാദൃശ്യവാക്യത്തിൽ പറഞ്ഞത്, അയൺ ഷാർപ്പൻസ് അയൺ. Iron sharpens iron. You complain about your boss. In fact, God has placed that boss there, or something else in your life. അല്ലെങ്കിൽ അനുസരണമില്ലാത്ത മക്കള്, ദൈവം പല കാര്യങ്ങൾ പഠിപ്പിക്കുക. എന്താ പഠിപ്പിക്കുന്നത്? പലപ്പോഴും ഞാൻ ലേൺ ചെയ്തൊരു കാര്യം നിങ്ങളോട് പറയാം. ചില കാര്യങ്ങളിൽ ഐ ഡോണ്ട് ഡിസേർവ് ദാറ്റ് എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, അത് ഞാൻ അർഹിക്കുന്നില്ല, ഞാൻ അർഹിക്കാത്തൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ, അർഹിക്കാത്ത വലിയൊരു കാര്യം കിട്ടിയ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ. ചില കാര്യം അതെനിക്ക്, ഞാൻ അങ്ങനെ അല്ലല്ലോ,
അവരെന്നോട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാനിപ്പോൾ തിരിച്ചാണ് ചിന്തിക്കുന്നത്. എങ്ങനെ ചിന്തിക്കുന്നതെന്നറിയാമോ? ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയായി ഞാൻ ചിന്തിക്കുന്നത്. ദൈവമായിട്ട്, അയ്യോ, ദൈവത്തെ ഞാൻ എത്ര ഡിസൊബേ ചെയ്തു, ദൈവത്തെ ഞാൻ എങ്ങനെ അനുസരിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നു. പലപ്പോഴും ഞാൻ എത്ര അയോഗ്യനാ, എന്നിട്ടും ദൈവം എന്നെ സഹിച്ചില്ലേ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കാമെങ്കിൽ ദൈവാത്മാവ് എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മളെ എനേബിൾ ചെയ്യും. നമ്മളെ ഇൻസൾട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വി സ്ലോലി ടേക്ക് ദോസ് തിങ്സ് ഇൻ ടു അവർ സ്ട്രൈഡ്. Nobody can insult us. ആർക്കും നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുകയില്ല. അതൊക്കെ അവർ ചെയ്തോട്ടെ, അവരെ ദൈവമാക്കി. നമ്മളെ ടഫൻ ചെയ്യാൻ, നമ്മളെ പാകപ്പെടുത്തുവാൻ, നമ്മളെ മെച്ചുവറാക്കുവാൻ, ജീവിതത്തിലെ സാഹചര്യങ്ങൾ, ജീവിതത്തിലെ പല വിധത്തിൽ കൂടെ നമ്മൾ കടന്നുപോയ കാര്യങ്ങൾ, ഓഫ് കോഴ്സ് നമ്മളൊരു മെച്ചുവർ വേയിലല്ല പ്രതികരിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ we begin to respond with grace. We slowly become a mature Christian. So not only about the final thing that suffering leads to glory, but also the present thing. Meanwhile, it makes me somebody different. It makes me into the image of Christ, into the image of Him when He was there on the cross, when everyone mocked Him. If you are the Son of God, come down. He didn't say a word. He didn't say a word. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കാമെന്ന് പറഞ്ഞപ്പം നോ. സി, അതാണ് കർത്താവ്. അപ്പം ദൈവമക്കളെ, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും എൻ്റെ കർത്താവിൻ്റെ സ്വഭാവത്തോടെന്നെ അനുരൂപപ്പെടുത്താനാണ് ജീവിതത്തിൽ ഒരാൾ എന്നോട് പറയുന്ന വാക്കെന്ന് ഞാൻ കരുതുമ്പോൾ ഞാൻ സന്തോഷിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പ്രസംഗമൊന്നും നമ്മൾ കേൾക്കുകയല്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ പുസ്തകം അതാ പഠിപ്പിക്കുന്നേ. That is there to mature you, to give you a character, to endure sufferings. പല കാര്യങ്ങളിലും ആ ദൈവകൃപയോടെ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമ്മളെ ശീലിപ്പിക്കുക, കർത്താവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുക. അത് ഓർത്താൽ ഇവിടെ നമ്മൾ വായിക്കുക, വി റിജോയ്സ്, അല്ലേ? അവിടെ എന്താ വായിക്കുന്നേ? പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. അപ്പോൾ ആ ഇതിൽ കൂടെ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത. ആ സിദ്ധത പിന്നെ എന്തുണ്ടാക്കുന്നു? പ്രത്യാശ. നോക്കിയേ, ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ദൈവമക്കളുടെ ജീവിതം ഇങ്ങനെയാണ്. അതിൽ കുറഞ്ഞൊന്നല്ല. ദൈവം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചത്, അതിനു വേണ്ടിയിട്ടാണ് കൃപയാൽ നമ്മളെ നീതീകരിച്ചത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് റോമാലേഖനത്തിൽ അടുത്ത വാക്യത്തിലാണ് പറയുന്നത്, 5-ാമത്തെ വാക്യത്തിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് അടുത്ത ആഴ്ചയിൽ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ചിന്തിക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ.ഒ. സ്റ്റീഫൻ ദയവായിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം.